ഉടമ പൊളിക്കാൻ കൊടുത്ത സ്കൂട്ടറിന് 2ാം വർഷമായി പെറ്റിയോട് പെറ്റി. പിഴയ്ക്കുള്ള നോട്ടീസിലെ ചിത്രങ്ങൾ കണ്ട ഉടമ പോലും ഞെട്ടി. ഫേസ്ബുക്കിൽ പോസ്റ്റായി, പിന്നെ പോലീസിൽ പരാതിയായി. ഒടുവിൽ പ്രശ്നം കോംപ്രമൈസായി. അടൂർ മണക്കാല സ്വദേശിനി മെർലിൻ ബി അലക്സിന്റെ ഉടമസ്ഥതയിലുള്ള സ്കൂട്ടർ തകരാർ പരിഹരിക്കുന്നതിനായി 2022 വർക്ക്ഷോപ്പിൽ ഏൽപ്പിച്ചു. നന്നാക്കിയെടുക്കുന്നതിലും മെച്ചം പുതിയതൊന്ന് വാങ്ങുന്നതാണെന്ന് മെക്കാനിക്ക് നിർദ്ദേശിച്ചു. എന്നാൽ പിന്നെ പൊളിച്ചേക്കാൻ നിർദ്ദേശിച്ച് മെർലിൻ്റെ ഭർത്താവ് മടങ്ങി. ഇത്രയും ഫ്ലാഷ് ബാക്കാണ്. ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന മെർലിൻ ബി അലക്സിന്റെ നാട്ടിലെ വിലാസത്തിലേക്ക് അടുത്തിടെ നിരന്തരം കത്തുകളെത്തി. തപാൽ കുന്നുകൂടിയതോടെ ബന്ധുക്കൾ തുറന്നു നോക്കി. 3 വർഷം മുൻപ് പൊളിക്കാൻ കൊടുത്ത വാഹനത്തിൽ ഹെൽമറ്റ് ഇല്ലാതെയുള്ള യാത്ര, 2 പേർക്ക് പോകാവുന്ന വാഹനത്തിൽ 4 പേരുടെ സവാരി ഗിരിഗിരി. ഇതോടെ പരാതിയുമായി ബന്ധുക്കൾ അടൂർ പോലീസിനെ സമീപിച്ചു. പൊതുപ്രവർത്തകൻ രഘു പെരുമ്പുളിക്കൽ നോട്ടീസിലെ ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അടൂർ മാഞ്ഞാലി സ്വദേശി ബിജുവും ഭാര്യ രശ്മിയും ഏറെ ആഗ്രഹിച്ചാണ് പഴയ ഇരുചക്രവാഹന ഒരെണ്ണം വാങ്ങിയത്. കച്ചവടക്കാരൻ 17,000 രൂപ പറഞ്ഞു. 15,000-ന് ഉറപ്പിച്ചു. 2 വർഷത്തിന് ശേഷമാണ് പണി ഇവരെ തേടിയെത്തിയത്. കാര്യങ്ങളുടെ കിടപ്പ് ഒടുവിലാണ് പിടികിട്ടിയത്. പൊളിക്കാൻ ഏൽപ്പിച്ച വർക്ക്ഷോപ്പ് നടത്തിപ്പുകാരൻ വണ്ടി പണിതു. ബുക്കും പേപ്പറും ഇല്ലാത്ത സ്കൂട്ടർ ആദായ വിലയ്ക്ക് വിറ്റു. വാങ്ങിയത് പെയിന്റിംഗ് തൊഴിലാളി ബിജു. കുറഞ്ഞ വിലയ്ക്കൊരു വണ്ടി എടുക്കണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ പുള്ളിക്കാരൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞു, ജിൻസൺ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. അപ്പം പുള്ളി പറഞ്ഞു, വിനോദിൻ്റെ ഒരു വണ്ടി ഇരിപ്പുണ്ട്, നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ 17 രൂപ ചോദിച്ചു. ഞാൻ 15,000 രൂപ എടുത്ത് വണ്ടി മേടിച്ചു. ബുക്കും പേപ്പറും റെഡിയാക്കി തരാമെന്ന് പറഞ്ഞപ്പം നാളെയായിട്ട് പിന്നെ നമുക്ക് റെഡിയാക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പിന്നെ അങ്ങ് ജോലിക്ക് പോകുമായിരുന്നു. നാട്ടിൽ തന്നെ ജോലിക്ക് പോകുമായിരുന്നു. അങ്ങനെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് കുറേ അവധി കഴിഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ വർക്കിന് വേണ്ടി എറണാകുളത്ത് അങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ ഇത് നാളെ നീളയായി. അങ്ങനെ ആപ്പിലായി. പരിധിയിലധികം പേരുടെ യാത്ര, ഹെൽമറ്റ് ഉപയോഗിക്കാതിരുന്നത്, തെറ്റ് പൂർണ്ണമായി മനസ്സിലാക്കുന്നതായാണ് സ്റ്റേഷനിൽ നിന്നിറങ്ങിയ ദമ്പതികളുടെ പ്രതികരണം. ഞാനും ഹെൽമറ്റ് വെക്കാതെ നിയമവിരുദ്ധമാണ് ഞാൻ ചെയ്തത്. ഹെൽമറ്റ് വെക്കാതെ എൻ്റെ ഫോട്ടോയും മീഡിയ വന്നിട്ടുണ്ട്. അതേ ഉള്ളു തെറ്റ് ചെയ്തത്. നമ്മളിപ്പോൾ പൈസ കൊടുത്ത് മേടിച്ചിട്ട് ലാസ്റ്റ് കള്ളനാണെന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത്രയ്ക്കും വല്ല പ്രയാസമല്ലേ. നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ എങ്ങനെ നോക്കും? ഇനിയിപ്പോൾ ഇതിൻ്റെ ഓണറിൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ പേരിലോട്ട് എഴുതി വാങ്ങിച്ച് പെറ്റി അടച്ച് നമ്മുടെ പേരിൽ എഴുതി വാങ്ങിക്കണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചേക്കുന്നത്. ക്യാമറയിൽ പതിച്ച ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ എത്തിയതോടെ വാഹന മോഷ്ടാക്കൾ എന്ന നിലയിലാണ് പിന്നീട് പലരും ഇത് ഷെയർ ചെയ്തത്. ഇവർ വന്ന് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ വിഷമമായി പോയി. കാരണം അവർ നിരപരാധികളാണ്. അവർ 15,000 രൂപ കൊടുത്ത് മേടിച്ച വണ്ടിയാണ്. അവർ പൂട്ടപ്പെട്ടു എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ളത്. പക്ഷേ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഏറ്റവും കൂടുതൽ ഈ അതായത് ഹെൽമെറ്റ് വെക്കാതെയും ലൈസൻസ് ഉണ്ടോ നമുക്കറിയത്തില്ല, ഹെൽമെറ്റ് വെക്കാതെയും അതുപോലെ വണ്ടിക്ക് ബുക്കും പേപ്പറും ഇല്ല, ഒന്നുമില്ലാതെ ഈ വണ്ടി 1.5 വർഷം 2 വർഷം കൊണ്ട് അവർ കൊണ്ടു നടക്കുകയാണെന്നുള്ളതാണ് അതിനകത്ത് നമുക്ക് ഞെട്ടിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്. കേസുമായി മുന്നോട്ട് പോകാൻ ഉടമയ്ക്ക് താല്പര്യമില്ല. അതിനാൽ തന്നെ രേഖകൾ കൈമാറി കൈവശക്കാരന് തന്നെ വാഹനം ഉപയോഗിക്കാവുന്ന തരത്തിൽ പ്രശ്നം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. എന്തായാലും ചെറിയ പറ്റൊന്നും അല്ല പറ്റിയിരിക്കുന്നത്. CK അഭിലാൽ ചേരുന്നുണ്ട് തത്സമയം. അഭിലാൽ, ബിജുവും രശ്മിയും ശരിക്കും നിരപരാധികളാണ്. പക്ഷെ അവരുടെ ഭാഗത്തും തെറ്റുണ്ട്. വാഹനത്തിൽ കൊള്ളാവുന്നതിലും അധികം ആളെ ഇരുത്തിവെക്കുകയാണ് അവരുടെ യാത്ര. അപ്പം അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും അവരുടെ ഭാഗത്തും തെറ്റുണ്ട് എന്നുള്ള കാര്യം. എന്തായാലും ആ സംഭവം ഒന്ന് ഡീറ്റെയിൽ ആയി പറയൂ, കാണുന്നവർക്ക് കൂടി ഇതൊരു പാഠമാകണം. രേഖകൾ ഉള്ളതും ഇല്ലാത്തതുമായ വാഹനങ്ങൾ, മോഷ്ടിക്കപ്പെട്ടതും അല്ലാത്തതും നമ്മളൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിൽ കുറഞ്ഞ വിലയ്ക്ക് നാട്ടിലൊക്കെ തന്നെ അവൈലബിൾ ആണ്. ഇത്തരം ഇടപാടുകളിൽ ചെന്ന് തലവെക്കരുതെന്നും തലവെച്ചാൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ ഇതൊക്കെയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ബിജുവിൻ്റെയും രശ്മിയുടെയും അനുഭവം. നിയമം ലംഘിച്ചുള്ള നിരന്തരമായ യാത്രകൾ കൂടി ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അത് AI ക്യാമറകൾ വഴി ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നതോടുകൂടിയാണ് ഇരുവരും കുടുങ്ങിയത്. ചുരുക്കത്തിൽ ചെയ്തത് തെറ്റിനെ സംബന്ധിച്ച് അവർക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഉടമയ്ക്ക് കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യവുമില്ല. എന്തായാലും വില കൊടുത്ത് വാങ്ങി എന്നതിനാൽ തന്നെ വാഹനം അവരുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ അടുക്കുകയാണ്. പിഴ ഒടുക്കി അത്തരം നടപടികൾ പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള ക്രമീകരണത്തിലേക്ക് കാര്യങ്ങൾ അടുക്കുകയാണ്. എന്തായാലും രഘു പെരുമ്പുളിക്കൽ എന്ന പൊതുപ്രവർത്തകൻ്റെ FB പോസ്റ്റ് മറ്റൊരു വാഹന ഇടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിനു കൂടി ശുഭപര്യവസാനത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നു.